ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ഗോപകുമാർ. പ്രധാന വാർത്തകൾ. 17ാമത് ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി. വോട്ടെടുപ്പ് നാളെ രാവിലെ 10 മണിക്ക് ആരംഭിക്കും. പാലക്കാട് സ്മാർട്ട് സിറ്റി വികസന സാധ്യതകൾ വിലയിരുത്തുന്ന വ്യവസായ ഉച്ചകോടി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു. പുലികളിയുടെ ആവേശത്തിമിർപ്പിൽ തൃശൂർ. നഗരവീഥികളെ പ്രകമ്പനം കൊള്ളിച്ച് പുലിക്കൂട്ടം. സംസ്ഥാന സർക്കാരിന്റെ ഓണം വാരാഘോഷത്തിന് സമാപനം കുറിച്ചുള്ള ഘോഷയാത്ര തിരുവനന്തപുരത്ത് നാളെ നടക്കും. ഏഷ്യ കപ്പ് 2020 ക്രിക്കറ്റ് മത്സരങ്ങൾക്ക് നാളെ തുടക്കം. വാർത്തകൾ വിശദമായി. 17ാമത് ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് നാളെ. പാർലമെന്റ് മന്ദിരത്തിൽ രാവിലെ 10 മണി മുതൽ വൈകുന്നേരം 5 മണി വരെയാണ് വോട്ടെടുപ്പ്. എൻഡിഎ സ്ഥാനാർത്ഥിയായി മഹാരാഷ്ട്ര ഗവർണർ CP രാധാകൃഷ്ണനും INDIA സ്ഥാനാർത്ഥിയായി സുപ്രീംകോടതി മുൻ ജഡ്ജി B സുദർശൻ റെഡ്ഡിയുമാണ് മത്സരരംഗത്തുള്ളത്. ഇരുസഭകളിലും നിന്നുള്ള 788 അംഗങ്ങളുടെ ഇലക്ടറൽ കോളേജാണ് ഉപരാഷ്ട്രപതിയെ തീരുമാനിക്കുക. വോട്ടെണ്ണൽ നാളെ വൈകുന്നേരം 6 മണിക്ക് ആരംഭിക്കും. ന്യൂഡൽഹിയിൽ നടക്കുന്ന BJP എംപിമാരുടെ പരിശീലന പരിപാടിയുടെ സമാപന സമ്മേളനത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അല്പസമയത്തിനകം അഭിസംബോധന ചെയ്യും. ഇന്നലെ ആരംഭിച്ച 2 ദിവസത്തെ ശില്പശാലയിൽ പുത്തൻ തലമുറ GST പരിഷ്കാരങ്ങളെക്കുറിച്ചുള്ള പ്രമേയം പാസാക്കിയിരുന്നു. കരുത്തുറ്റ ഈ ചുവടുവയ്പിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ശ്രീ പീയൂഷ് ഗോയൽ അഭിനന്ദിച്ചു. പാലക്കാട് സ്മാർട്ട് സിറ്റിയുടെ വികസന സാധ്യതകൾ വിലയിരുത്തുന്ന വ്യവസായ ഉച്ചകോടി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു. കഞ്ചിക്കോട് ഇൻഡസ്ട്രീസ് ഫോറം സംഘടിപ്പിച്ച പരിപാടിയിൽ മന്ത്രിമാരായ P രാജീവ്, MP രാജേഷ് എന്നിവർ പങ്കെടുത്തു. കഞ്ചിക്കോട്ട് മേഖലയിലെ വ്യവസായ സ്ഥാപനങ്ങൾക്കും സംരംഭകർക്കും സ്മാർട്ട് സിറ്റി പദ്ധതിയെക്കുറിച്ച് അവബോധം നൽകാൻ ലക്ഷ്യമിട്ടാണ് ഉച്ചകോടി സംഘടിപ്പിച്ചത്. പുലികളിയുടെ ആവേശത്തിമിർപ്പിൽ തൃശൂർ നഗരം. ഓണാഘോഷത്തിന് സമാപനം കുറിക്കുന്ന പുലികളിക്കായി 9 ദേശങ്ങളാണ് ഇക്കുറി നിരത്തിലിറങ്ങിയത്. അരമണി കിലുക്കിയും ചുവടുവച്ചും കാഴ്ചക്കാരിൽ ആവേശത്തിരയിളക്കി പുലികൾ നഗരവീഥികളെ പ്രകമ്പനം കൊള്ളിക്കുകയാണ്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി തൃശൂർ ജില്ലാ പ്രതിനിധി ഭരിത പ്രതാപ്. ഇന്ന് രാവിലെ 6 മണിയോടെ ആരംഭിച്ച ഒരുക്കങ്ങളാണ് വടക്കുംനാഥന്റെ വീഥികളെ വിറപ്പിച്ചുകൊണ്ട് ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. സ്വരാജ് റൌണ്ടിലെ തെക്കേ ഗോപുരനടയിൽ വെളിയന്നൂർ ദേശം സംഘത്തിന് മേയർ MK വർഗീസിന്റെ അധ്യക്ഷതയിൽ മന്ത്രി K രാജനും MLA-മാരും ജില്ലാ കളക്ടറും സംയുക്തമായി ഫ്ളാഗ് ഓഫ് ചെയ്ത് പുലിക്കളിക്ക് തുടക്കം കുറിച്ചു. പുലിക്കളി കാണാൻ സംസ്ഥാനത്തിന്റെ നാനാഭാഗത്തു നിന്നുമാണ് ആളുകൾ ഇവിടേക്ക് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നത്. മത്സരം കാണാനെത്തുന്ന വിദേശികൾക്കായി പ്രത്യേക പവലിയനുകളും ഒരുക്കിയിട്ടുണ്ട്. രാത്രി 10 നടക്കുന്ന സമാപന ചടങ്ങോടെയാണ് പുലിക്കളി പൂർണ്ണമാകുക. സമാപനത്തിൽ പുലികൾക്കുള്ള സമ്മാനവും വിതരണം ചെയ്യും. സംസ്ഥാന സർക്കാരിന്റെ ഓണം വാരാഘോഷത്തിന് സമാപനം കുറിച്ചുള്ള സാംസ്കാരിക ഘോഷയാത്ര നാളെ തലസ്ഥാന നഗരിയിൽ നടക്കും. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ഫ്ളാഗ് ഓഫ് ചെയ്യും. വെള്ളയമ്പലത്ത് നിന്ന് കിഴക്കേക്കോട്ട വരെ നീളുന്ന ഘോഷയാത്രയിൽ 1000-ലധികം കലാകാരന്മാർ അവതരിപ്പിക്കുന്ന സാംസ്കാരിക കലാരൂപങ്ങളുടെ അകമ്പടിയോടെ 60ഓളം ഫ്ളോട്ടുകളായിരിക്കും ഉണ്ടാവുക. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള കലാരൂപങ്ങളും ഘോഷയാത്രയിൽ അണിനിരക്കും. പൊതുജനങ്ങൾക്ക് ഘോഷയാത്ര വീക്ഷിക്കുന്നതിന് പ്രത്യേകം സൌകര്യവും ഒരുക്കിയിട്ടുണ്ട്. ഓണം ഘോഷയാത്രയോടനുബന്ധിച്ച് നാളെ ഉച്ചയ്ക്ക് 2 മണി മുതൽ തിരുവനന്തപുരം നഗരത്തിൽ വിപുലമായ ഗതാഗത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി. കവടിയാർ മുതൽ കിഴക്കേക്കോട്ട ഈഞ്ചക്കൽ വരെയുള്ള റോഡിൽ ഗതാഗതം നിയന്ത്രിക്കും. ഘോഷയാത്ര കടന്നുപോകുന്ന പ്രധാന നിരത്തുകളിൽ പാർക്കിംഗ് അനുവദിക്കില്ലെന്ന് സിറ്റി പോലീസ് അറിയിച്ചു. പേ ആൻഡ് പാർക്കിംഗ് സംവിധാനവും ഉണ്ടായിരിക്കുന്നതല്ല. തിരക്ക് കണക്കിലെടുത്ത് തിരുവനന്തപുരം നഗരപരിധിയിലെ സംസ്ഥാന സർക്കാർ, അർദ്ധ സർക്കാർ സ്ഥാപനങ്ങൾക്കും നാളെ ഉച്ചയ്ക്ക് ശേഷം അവധി നൽകിയിട്ടുണ്ട്. നഗരസഭാ പരിധിയിലെ എല്ലാ സ്കൂളുകൾക്കും നാളെ അവധിയാണ്. സർക്കാർ, എയ്ഡഡ്, അൺഎയ്ഡഡ് വിദ്യാലയങ്ങൾക്ക് അവധി ബാധകമായിരിക്കും. ഈ മാസം 22 മുതൽ പ്രാബല്യത്തിൽ വരുന്ന GST പരിഷ്കരണങ്ങൾ യുവജനങ്ങൾക്ക് ഏറെ പ്രയോജനം ചെയ്യുമെന്ന് കേന്ദ്ര സർക്കാർ. ജിം, ഫിറ്റ്നസ് കേന്ദ്രങ്ങൾക്കുള്ള നികുതി 18% നിന്നും 5% കുറച്ചത് സാധാരണക്കാർക്ക് ഗുണകരമാകും. സൈക്കിളിന്റെ GST 12 നിന്നും 5% കുറച്ചത് യുവജനങ്ങൾക്കിടയിലെ സൈക്കിൾ ഉപയോഗം വർദ്ധിപ്പിക്കുമെന്നും കേന്ദ്ര കായിക മന്ത്രി മൻസുഖ് മാണ്ഡവ്യ വ്യക്തമാക്കി. ഫിറ്റ് ഇന്ത്യ പോലെയുള്ള ദേശീയ സംരംഭങ്ങൾക്ക് നികുതി പരിഷ്കരണം ഊർജ്ജം പകരും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News _തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News _TVM X ഹാൻഡിലും ലഭ്യമാണ്.
അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്ന ഒരാൾ കൂടി മരിച്ചു. മലപ്പുറം സ്വദേശിനി ശോഭനയാണ് മരിച്ചത്. സംസ്ഥാനത്ത് അമീബിക് മസ്തിഷ്ക ജ്വരത്തെ തുടർന്ന് കഴിഞ്ഞ 2 മാസങ്ങളിൽ 5 പേരാണ് മരിച്ചത്. നിലവിൽ 10 പേരാണ് കോഴിക്കോട് ചികിത്സയിലുള്ളത്. ഇടുക്കി മണിയാറൻകുടിയിൽ വീട്ടിലെ പ്രസവത്തിനിടെ നവജാത ശിശു മരിച്ചു. പാസ്റ്ററായി ജോലി ചെയ്യുന്ന ജോൺസന്റെയും ബിജിയുടെയും കുഞ്ഞാണ് മരിച്ചത്. പോലീസും ആരോഗ്യവകുപ്പും ഇടപെട്ട് അമ്മയെ ആശുപത്രിയിലേക്ക് മാറ്റി. ഇടുക്കി പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്തു. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന്റെ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ ഒക്ടോബർ വരെ അവസരം എന്ന തരത്തിൽ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന വാർത്തകൾ വ്യാജമാണെന്ന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിനുള്ള അന്തിമ വോട്ടർ പട്ടിക ഈ മാസം 2-ന് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. വോട്ടർ പട്ടിക വീണ്ടും പുതുക്കുന്നതിനുള്ള തീരുമാനം ഇതുവരെ എടുത്തിട്ടില്ലെന്നും കമ്മീഷൻ അറിയിച്ചു. ചരിത്രപ്രസിദ്ധമായ ആറന്മുള ഉത്രട്ടാതി ജലമേളയ്ക്കായുള്ള ഒരുക്കങ്ങൾ അവസാന ഘട്ടത്തിൽ. ആറന്മുള സത്രക്കടവിൽ നാളെ ഉച്ചയ്ക്ക് 1:30-ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് ജലമേള ഉദ്ഘാടനം ചെയ്യും. A-B ബാച്ചുകളിലായി 51 പള്ളിയോടങ്ങൾ മേളയിൽ പങ്കെടുക്കും. വിശദാംശങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീജി എസ് ശ്രീധർ. ജലമേളയോടനുബന്ധിച്ച് നടക്കുന്ന പൊതുസമ്മേളനം നാളെ 1:15-ന് റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ ഉദ്ഘാടനം ചെയ്യും. 1:30-ന് ജലഘോഷയാത്ര ആരംഭിക്കും. മന്ത്രി വീണ ജോർജ് ജലഘോഷയാത്രയുടെ ഉദ്ഘാടനം നിർവഹിക്കും. വൈകിട്ട് 3-ന് മന്ത്രി റോഷി അഗസ്റ്റിൻ മത്സരവള്ളംകളിയുടെ ഉദ്ഘാടനം നിർവഹിക്കും. ചലച്ചിത്ര താരം ജയസൂര്യ പാഞ്ചജന്യം 2025 സ്മരണികയുടെ പ്രകാശന കർമ്മം നിർവഹിക്കും. B ബാച്ച് പള്ളിയോടങ്ങളുടെയും പിന്നീട് A ബാച്ച് പള്ളിയോടങ്ങളുടെയും മത്സരമാണ് നടക്കുക. പരപ്പുഴക്കടവ് മുതൽ സത്രക്കടവ് വരെ 1.5 കിലോമീറ്റർ ദൂരത്തിലാണ് മത്സരവള്ളംകളി നടക്കുന്നത്. സംസ്ഥാനത്തെ കസ്റ്റഡി മർദ്ദനങ്ങളിൽ മുഖ്യമന്ത്രിയുടെ മൌനം ദുരൂഹമാണെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. പോലീസുകാർക്കെതിരായ നടപടി സസ്പെൻഷനിൽ ഒതുക്കാമെന്ന് കരുതേണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ഇത്തരക്കാരെ സർവീസിൽ നിന്നും പുറത്താക്കുന്നതുവരെ സമരം തുടരുമെന്നും ശ്രീ വി ഡി സതീശൻ വ്യക്തമാക്കി. സംസ്ഥാനത്തിന്റെ ആദ്യ സമഗ്ര നഗരനയം രൂപീകരിക്കുന്നതിനുള്ള കേരള അർബൻ കോൺക്ലേവ് ഈ മാസം 12-13 തീയതികളിൽ കൊച്ചിയിൽ നടക്കും. മുഖ്യമന്ത്രി പിണറായി വിജയൻ പരിപാടി ഉദ്ഘാടനം ചെയ്യും. കേന്ദ്ര ഭവന നിർമ്മാണ നഗരകാര്യമന്ത്രി മനോഹർ ലാൽ ഖട്ടർ മുഖ്യാതിഥിയാകും. 2024-25 സാമ്പത്തിക വർഷത്തിലെ ആദായനികുതി റിട്ടേണുകൾ സമർപ്പിക്കാനുള്ള അവസാന തീയതി ഈ മാസം 15 വരെ. 7.28 കോടി IT റിട്ടേണുകളാണ് ഇതിനകം ഫയൽ ചെയ്തിരിക്കുന്നത്. വൈകിയുള്ള റിട്ടേൺ സമർപ്പണത്തിന് പിഴ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഏഷ്യ കപ്പ് 2020 ക്രിക്കറ്റ് മത്സരങ്ങൾക്ക് നാളെ തുടക്കമാകും. അബുദാബി ഷെയ്ഖ് സായിദ് സ്റ്റേഡിയത്തിൽ ഇന്ത്യൻ സമയം രാത്രി 8 മണിക്കാണ് അഫ്ഗാനിസ്ഥാനും ഹോങ്കോങ്ങും തമ്മിലുള്ള ഉദ്ഘാടന മത്സരം. മറ്റന്നാൾ UAE-യുമായാണ് ഇന്ത്യയുടെ ആദ്യ മത്സരം. നേപ്പാൾ തലസ്ഥാനമായ കാഠ്മണ്ഡുവിലെ ബനേശ്വറിൽ സാമൂഹ്യ മാധ്യമ വിലക്കിനെതിരെ യുവജനങ്ങൾ നടത്തിയ പ്രതിഷേധത്തിനിടെയുണ്ടായ പോലീസ് വെടിവയ്പിൽ 14 മരണം. 100-ലധികം പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. പ്രധാന സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾക്ക് സർക്കാർ അടുത്തിടെ വിലക്ക് ഏർപ്പെടുത്തിയതിനെ തുടർന്നാണ് പ്രതിഷേധം പൊട്ടിപ്പുറപ്പെട്ടത്. ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, വാട്സ്ആപ്പ്, എക്സ്, യൂട്യൂബ് തുടങ്ങിയ പ്രധാന സാമൂഹിക മാധ്യമങ്ങൾക്കാണ് നേപ്പാളിൽ വിലക്ക് ഏർപ്പെടുത്തിയത്. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേരിയ നേട്ടം. സെൻസെക്സ് 76 പോയിന്റ് ഉയർന്ന് 80,787-ലും നിഫ്റ്റി 32 പോയിന്റ് നേട്ടത്തിൽ 24,773-ലും വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണ്ണവിലയിൽ വർധന. പവന് 400 രൂപ കൂടി 79,880 രൂപയായി. ഗ്രാമിന് 9,985 രൂപയാണ് ഇന്നത്തെ വില. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 6 ജില്ലകളിൽ നാളെ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. ഭവന നിർമ്മാണത്തിന് ധനസഹായം അനുവദിക്കുന്നതിനായി ട്രാൻസ്ജെൻഡർ വ്യക്തികളിൽ നിന്ന് അപേക്ഷ ക്ഷണിച്ചു. ഈ മാസം 20-ആണ് അപേക്ഷ നൽകാനുള്ള അവസാന തീയതി. ഭവന പദ്ധതികളിൽ ഗുണഭോക്താക്കളായ വ്യക്തികൾക്ക് പരമാവധി 2 ലക്ഷം രൂപ ഗ്യാപ്പ് ഫണ്ടായി അനുവദിക്കും. ഭവന പദ്ധതികളിൽ ഉൾപ്പെടാത്തവരും സ്വന്തമായി ഭൂമിയുള്ളവരുമായ വ്യക്തികൾക്ക് ഭവന നിർമ്മാണത്തിന് പരമാവധി 6 ലക്ഷം രൂപയാണ് ധനസഹായം അനുവദിക്കുക. പ്രധാന വാർത്തകൾ വീണ്ടും. 17ാമത് ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി. വോട്ടെടുപ്പ് നാളെ രാവിലെ 10 മണിക്ക് ആരംഭിക്കും. പാലക്കാട് സ്മാർട്ട് സിറ്റി വികസന സാധ്യതകൾ വിലയിരുത്തുന്ന വ്യവസായ ഉച്ചകോടി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു. പുലികളിയുടെ ആവേശത്തിമിർപ്പിൽ തൃശൂർ. നഗരവീഥികളെ പ്രകമ്പനം കൊള്ളിച്ച് പുലിക്കൂട്ടം. സംസ്ഥാന സർക്കാരിന്റെ ഓണം വാരാഘോഷത്തിന് സമാപനം കുറിച്ചുള്ള ഘോഷയാത്ര തിരുവനന്തപുരത്ത് നാളെ നടക്കും. ഏഷ്യ കപ്പ് 2020 ക്രിക്കറ്റ് മത്സരങ്ങൾക്ക് നാളെ തുടക്കം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.